ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് അവസാന വർഷം നടന്ന അതായത് 2023 ഫസ്റ്റ് സെമസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോമിലെ ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുക. അതിൽ പാർട്ട് എയിലേക്ക് നമ്മൾ പോകുമ്പോൾ വാട്ട് യു മീൻ ബൈ മാനേജ്മെൻറ്റ് ആസ് എ മൾട്ടി ഡിസിപ്ലിനറി, മാനേജ്മെൻറ്റിനെ മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയാനുള്ള കാരണം മാനേജ്മെൻറ്റിൻ്റെ അതിൻ്റെ കോൺസെപ്റ്റും ഐഡിയാസൊക്കെ ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസിൽ നിന്ന്, ഡിഫറെൻറ്റ് സബ്ജക്റ്റുകളിൽ നിന്ന്, സൈക്കോളജി, സോഷ്യോളജി, ആന്ത്രോപോളജി, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് സബ്ജക്റ്റുകളിൽ നിന്നൊക്കെ മാനേജ്മെൻറ്റ് അതിൻ്റെ ആശയങ്ങൾ കടമെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെ മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്നത്. രണ്ടാമത് വാട്ട് ഈസ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സബോർഡിനേറ്റ് ഒറ്റ സുപ്പീരിയറിൽ നിന്ന് മാത്രമേ അവരുടെ ആഞ്ഞുകൾ ഓർഡേഴ്സ് സ്വീകരിക്കാവുള്ളൂ എന്നുള്ളതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് പറയുക. വാട്ട് ഈസ് സ്കേലാർ ചെയിൻ എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അതായത് സുപ്പീരിയർ മുതൽ താഴെത്തട്ടിലുള്ള ആൾ വരെ ഒരു ചെയിൻ ഓഫ് കമാൻഡ് വഴിയാണ് മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുക. അതിലൂടെ മാത്രമേ ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്യാവുള്ളൂ എന്നുള്ളതാണ് സ്കേലാർ ചെയിൻ പ്രിൻസിപ്പിൾ സൂചിപ്പിക്കുക. വാട്ട് ഈസ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷനിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് മാത്രമേ ടോപ്പ് മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യാവുള്ളൂ. ബാക്കിയുള്ള അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സൊക്കെ ലോവർ ലെവലിലേക്ക് മാറ്റണം എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. ദെൻ വാട്ട് യു മീൻ ബൈ പെർസെപ്ഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയാണ് അവസരങ്ങൾ എന്നുള്ളത് നമ്മൾ പെർസീവ് ചെയ്യുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്ലാനിങ് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കും. അതാണ് പെർസെപ്ഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുക. വാട്ട് ഈ സ്ട്രാറ്റജിക് പ്ലാൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറയുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഓവറോളായിട്ട് നടത്തുന്ന പ്ലാനിനെയാണ് സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറയുന്നത്. ഫോർ ദി എൻ്റയർ ഓർഗനൈസേഷൻ റാദർ ദാൻ വിത്ത് ദി ഗോൾസ് ഓഫ് സ്പെസിഫിക് ഡിവിഷൻ. ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്ലാനുകളുണ്ട്, അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചുള്ളതാണ്. ഓർഗനൈസേഷൻ്റെ മൊത്തത്തിൽ നടത്തുന്ന പ്ലാനിനെ നമുക്ക് സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറയാം. പോളിസി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് എ പോളിസി? ഇറ്റ് സെറ്റ് ഓഫ് ഐഡിയാസ് ഓർ പ്ലാൻ ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ബേസിസ് ഫോർ മേക്കിംഗ് ഡിസിഷൻ. അപ്പോൾ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഐഡിയ അല്ലെങ്കിൽ പ്ലാന്, അതിനെയാണ് പോളിസി എന്ന് പറയുന്നത്. ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത് അത് സീനിയോറിറ്റി അടിസ്ഥാനത്തിൽ വേണമോ അതോ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വേണമോ എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോൾ നമ്മുടെ സ്ഥാപനം ഫോളോ ചെയ്യുന്നത് അത് സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് പ്രൊമോഷൻ കൊടുക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ അത് ആ ഒരു സ്ഥാപനത്തിൻ്റെ പോളിസിയാണ് അല്ലേ. അത്രയും ഉദാഹരണങ്ങളും പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഓഫ് ദി സീക്വൻസ് ഓഫ് വർക്ക്സ് ടു ബി ഡൺ. ചെയ്യേണ്ട വർക്കുകൾ നമ്മൾ അതിൻ്റെ ക്രമത്തിൽ സയൻറ്റിഫിക്കായിട്ട് വർക്ക് ചെയ്യിച്ചെടുക്കുന്ന രീതിയാണ് പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ് എന്ന് പറയുന്നത്. വാട്ട് യു മീൻ ബൈ ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈൻ ഓർഗനൈസേഷനിൽ നമുക്ക് ചില പ്രത്യേകതകൾ അറിയാം. ലൈൻ അതോറിറ്റി ഫ്ലോ ഫ്രം ടോപ്പ് ടു ബോട്ടം വെർട്ടിക്കലി. അതായത് ഏറ്റവും ഉയർന്ന പൊസിഷൻ വഹിക്കുന്ന ആളുകൾക്ക് കൂടുതൽ അതോറിറ്റി, അവിടെ നിന്ന് താഴേക്ക് വരുന്നതനുസരിച്ച് അതോറിറ്റി കുറഞ്ഞു വരുന്നു. അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയൊക്കെ കൃത്യമായിട്ട് ഓരോരുത്തരുടെയും എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ഓർഗനൈസേഷനാണ് ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ സിമിലറായിട്ടുള്ള കാര്യങ്ങൾ ഓരോ പോലെ ആക്കുന്ന രീതിയിൽ നമ്മളതിനെ ഡിവൈഡ് ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ തരംതിരിച്ച് നടത്തുന്ന പ്രവർത്തനമാണ് ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ജനറൽ ഡെലിഗേഷൻ എന്ന് പറയുന്നത് സബോർഡിനേറ്റ്സിലേക്ക് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുക. ഒരു കാര്യം പെർഫോം ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള അതോറിറ്റി ഉൾപ്പെടെ മറ്റുള്ളവരിലേക്ക് ഡെലിഗേറ്റ് ചെയ്യുന്നതിനെയാണ്, കൈമാറ്റം ചെയ്യുന്നതിനെയാണ് ജനറൽ ഡെലിഗേഷൻ എന്ന് പറയുന്നത്. മാൻപവർ പ്ലാനിങ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. മാൻപവർ പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസ് എത്രയുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് എത്ര ആവശ്യമുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതിനെയാണ് നമ്മുടെ മാൻപവർ പ്ലാനിങ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ബ്രേക്ക് ഇവൻ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രേക്ക് ഇവൻ അനാലിസിസ് നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷനാണ് ബ്രേക്ക് ഇവൻ പോയിൻ്റ് എന്ന് പറഞ്ഞത്. അത്തരത്തിലുള്ള അനാലിസിസാണ് ബ്രേക്ക് ഇവൻ അനാലിസിസ്. ബിസിനസ് എത്തിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ മാനേജ്മെൻറ്റിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് അല്ലേ. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ മോറൽ റെസ്പോൺസിബിലിറ്റി ഫോർ ദി റൈറ്റ്നെസ്, ധാർമ്മികതയ്ക്കും റോങ്നെസ് ഓഫ് ബിസിനസ് പ്രൊഡക്റ്റ്. അതായത് ഒരു ബിസിനസ് കണ്ടക്ട്, ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ എന്താണ് തെറ്റായിട്ടുള്ള കാര്യം, എന്താണ് ശരിയായിട്ടുള്ള കാര്യം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് ഓരോ സ്ഥാപനവും പ്രവർത്തിക്കേണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ബിസിനസ് എത്തിക്സിൽ വരിക. CSR എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥാപനങ്ങളും അത് പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു എൻവയറമെൻറ്റിലേക്ക്, ആ ബിസിനസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളിലേക്ക്, സ്റ്റേക്ക് ഹോൾഡേഴ്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഓരോ കമ്പനികളും നടത്തേണ്ടതാണ്. അപ്പോൾ അത്രയാണ് നമ്മൾ അവർ CSR എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ എന്നുള്ളതാണ്. ഒരു പ്രൊഫഷണൽ നമുക്കറിയാം ഒരു MBBS ഒപ്പം തന്നെ അതുപോലുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസി പോലുള്ള പ്രൊഫഷണലുകൾ ഒരു നിശ്ചിത കോഴ്സ് പാസ്സായി സർട്ടിഫിക്കറ്റ് നേടേണ്ടതുണ്ട്. പക്ഷേ മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷനാണെങ്കിലും അത്തരത്തിലുള്ള MBA പോലുള്ള ഡിഗ്രികൾ വേണമെന്ന് നിർബന്ധമില്ല. അല്ലാത്ത ആളുകൾക്ക് മാനേജറായിട്ട് ആക്ട് ചെയ്യാവുന്നതാണ്, പ്രവർത്തിക്കാവുന്നതാണ്.
അപ്പോൾ എങ്കിലും പക്ഷേ മാനേജ്മെൻറ്റൊക്കെ കൂടുതൽ പഠിച്ചിരിക്കുന്ന ആളുകളാണ് മാനേജേഴ്സായിട്ട് കൂടുതൽ ശോഭിക്കുകയെന്ന് മാത്രം അല്ലേ. അപ്പോൾ പൂർണ്ണമായിട്ടും അത്തരത്തിലുള്ള അർത്ഥത്തിൽ നമുക്ക് മാനേജ്മെൻറ്റ് ഒരു പൂർണ്ണമായിട്ടും പ്രൊഫഷനാണെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ അതായത് പ്രൊഫഷണൽ ഡിഗ്രി പോലുള്ള കാര്യങ്ങൾ അത്യാവശ്യമില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. therefore it cannot be said to be a profession though it is emerging as a profession. പക്ഷേ മാനേജ്മെൻ്റ് ഒരു പ്രൊഫഷനായിട്ട് എമർജ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. എക്സ്പ്ലെയിൻ ദ എംപിരിക്കൽ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ്. എംപിരിക്കൽ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ മാനേജറുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാനേജേഴ്സിന് പുതിയ പുതിയ തീരുമാനം എടുക്കാൻ വേണ്ടി സാധിക്കും. മുൻകാലങ്ങളിൽ അവർ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ ആ സാഹചര്യങ്ങളൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ അന്നെടുത്ത തീരുമാനങ്ങൾ നമുക്ക് ആ രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാനോ മാറ്റം വരുത്തി അപ്ലൈ ചെയ്യാനോ വേണ്ടി സാധിക്കും. അപ്പോൾ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ നമ്മൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നതിനാണ് എംപിരിക്കൽ സ്കൂൾ ഓഫ് വ്യൂസ് ഓഫ് മാനേജ്മെൻറ്റ് തിയറി എന്ന് പറയുക. ദെൻ ഫീച്ചേഴ്സ് ഓഫ് MBO ആണ് അടുത്ത് ചോദിച്ചത്, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ MBO ഈസ് ആൻ അപ്രോച്ച് ആൻഡ് ഫിലോസഫി. മാനേജ്മെൻറ്റിൻ്റെ ഒരു അപ്രോച്ച് ആൻഡ് ഫിലോസഫിയാണ്. അതൊരു ടെക്നിക്കാണെന്ന് സാധാരണ പറയാറില്ല. ഒരു ടെക്നിക്ക് മാത്രമല്ല, അപ്രോച്ച് ആൻഡ് ഫിലോസഫി കൂടിയാണല്ലേ, അങ്ങനെ പറയാം. MBO ഗീവ്സ് എംബസൈസ് ഓൺ ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സിനെയാണ്, കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സിനെയാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഒബ്ജക്റ്റീവ്സിനെയൊക്കെയാണ് അത് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അവിടെ MBO ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുമ്പോൾ എംപ്ലോയീസിൻ്റെയൊക്കെ സഹകരണത്തോടുകൂടി അവരുടെ കോപ്പറേഷനോടുകൂടിയാണ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒബ്ജക്റ്റീവ് നേടുന്നുണ്ടോ എന്നുള്ളത് പെർഫോമൻസ് പീരിയോഡിക്കലായിട്ട് അസസ് ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെയാണ് അവിടെ എഴുതേണ്ടത്. ദെൻ പെർഫോമൻസ് മാനേജ്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ പെർഫോമൻസ് ഓരോ ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പെർഫോമൻസ് എത്രയാണെന്നുള്ളത് ആദ്യമേ സെറ്റ് ചെയ്യുകയും അതിനനുസരിച്ച് അതിനെ വിലയിരുത്തൽ നടത്തിക്കൊണ്ടാണ് പെർഫോമൻസ് മാനേജ്മെൻറ്റ് സാധ്യമാകുന്നത്. അപ്പോൾ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള കോൺവെർസേഷൻ നടക്കും. ടാർഗറ്റഡ് സ്റ്റാഫ് ഡെവലപ്മെൻറ്റ്, ഓരോ സ്റ്റാഫുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി അവരുടെ പ്രൊമോഷന് വേണ്ടിയൊക്കെ അത്തരം കാര്യങ്ങൾ നേടിയാൽ അതുവേണ്ടി അത് ഉപയോഗപ്പെടുന്നതാണ്. എൻകറേജ്മെൻറ്റ് ടു സ്റ്റാഫിന് അവരുടെ പെർഫോമൻസിൻ്റെ ബേസിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ആവശ്യമായുള്ള പ്രൊമോഷനൊക്കെ ഓഫർ ചെയ്യുമ്പോൾ അതൊരു എൻകറേജ്മെൻ്റ് ആണ്. സ്റ്റാഫിന് നല്ല പെർഫോമൻസ് നടത്തുന്ന ആളുകൾക്ക് റിവാർഡുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതേണ്ടത്. ദെൻ അടുത്തത് എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഫംഗ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഓർഗനൈസേഷൻ, അതായത് ഓർഗനൈസേഷനിലെ സ്റ്റെപ്സ് നമുക്കറിയാം. ആക്ടിവിറ്റീസ് ഡിറ്റർമിൻ ചെയ്യുക, ആക്ടിവിറ്റീസിനെ ഗ്രൂപ്പ് ചെയ്യുക, എന്നിട്ട് ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റിയൊക്കെ നമ്മൾ ഓരോ ആളുകളെ ഏൽപ്പിച്ചു കൊടുക്കുക, അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുക, റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കോർഡിനേഷൻ ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ വരിക. ദെൻ നറേറ്റ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ. ഡിപ്പാർട്ട്മെൻറ്റേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഓരോ എംപ്ലോയിയുടെയും ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി കൂടുന്നു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് തരംതിരിച്ച് അവരുടെ കഴിവുകൾക്കനുസരിച്ച് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവരെ തരംതിരിച്ച് വിടുമ്പോൾ ആ ജോലികൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ അവിടെ സ്പെഷ്യലൈസേഷൻ വരും, അവിടെ എഫിഷ്യൻസി കൂടുന്നു അല്ലേ. ഇറ്റ് മേക്സ് ദ എക്സിക്യൂട്ടീവ് ടു അലർട്ട് ആൻഡ് എഫിഷ്യൻറ്റ് ഇൻ ഹിസ് ഡ്യൂട്ടീസ്. അവരുടെ ഡ്യൂട്ടികൾ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് അത് എഫിഷ്യൻ്റായിട്ട് വളരെ അലർട്ടായിട്ട് നിന്നുകൊണ്ട് ആ ഡ്യൂട്ടികൾ പെർഫോം ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു. ഇറ്റ് ഇൻക്രീസ് ദ പ്രസ്റ്റീജ് ആൻഡ് സ്കിൽ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഒരു ഹെഡ് ഉണ്ടാവും. അപ്പോൾ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് പെർഫോമൻസ് അവരുടെ പ്രസ്റ്റീജ് ഉയർത്തുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് അവർ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കും. ഫർദർ എക്സ്പാൻഷൻ, ഓർഗനൈസേഷൻ്റെ എക്സ്പാൻഷൻ, കൂടുതൽ ഡെവലപ്മെൻറ്റ് ഈസി ആയിട്ട് പോസിബിൾ ആവും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുക. ദെൻ എക്സ്പ്ലെയിൻ മാസ്ലോസ് നീഡ് ഹെയറാർക്കി. മാസ്ലോയുടെ നീഡ് ഹെയറാർക്കിയിൽ നമുക്കറിയാം ഒന്നാമത് ഫിസിയോളജിക്കൽ നീഡാണ്, അതായത് ഹങ്കർ, തെർസ്റ്റ്, സെക്സ്, ഷെൽട്ടർ തുടങ്ങിയ കാര്യങ്ങൾ. സേഫ്റ്റി നീഡാണ് രണ്ടാമത് വരുന്നത്, ആക്സിഡൻറ്റ്, മർഡർ, സെക്യൂരിറ്റി തുടങ്ങിയ കാര്യങ്ങൾ. സോഷ്യൽ ഓർ ലവ് നീഡ്സാണ് അടുത്തതിലേക്ക് വരുമ്പോൾ വരുന്നത്, ലവ്, അഫെക്ഷൻ, ബിലോങ്ങിങ് ഓർ അസോസിയേഷൻ തുടങ്ങിയ കാര്യങ്ങൾ. എസ്റ്റീം ഓർ ഈഗോ നീഡുണ്ട്, അതിൽ ഫീലിംഗ് ഓഫ് സെൽഫ് കോൺഫിഡൻസ്, പ്രസ്റ്റീജ്, പവർ ആൻഡ് കൺട്രോൾ തുടങ്ങിയ കാര്യങ്ങൾ. സെൽഫ് ആക്ച്വലൈസേഷൻ ഉണ്ട്, ഒരു മനുഷ്യന് ആകാൻ പറ്റുന്നതിൻ്റെ പരമാവധി ആകുക എന്നുള്ളതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡെന്ന് പറയുക. ഇനി CSRൻ്റെ പ്രിൻസിപ്പിൾസ് ഉണ്ട്, സസ്റ്റൈനബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി തുടങ്ങിയ പ്രിൻസിപ്പിൾസാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. പാർട്ട് സിയിലേക്ക് വരുമ്പോൾ മഗ്രഗർ ആൻഡ് തിയറി വൈ, അത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് തിയറി എക്സ് ആൻഡ് വൈ എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഈ ഒരു ഇവിടെ കാണുന്ന പോലെ, പട്ടികയിൽ കാണുന്ന പോലെ. ദെൻ എക്സ്പ്ലെയിൻ ദ ബേസിക് ഓഫ് ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സിൻ്റെ ബേസിക്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓണസ്റ്റി, ഇൻറ്റഗ്രിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, നോൺ കോപ്പറേഷൻ ഇൻ ഈവിൽസ്, അതായത് ഈവിലായിട്ടുള്ള തെറ്റ് ചെയ്യുന്ന ആളുകളുമായിട്ടുള്ള കൂട്ടായ്മ ഇല്ലാതിരിക്കുക, അതാണ് നോൺ കോപ്പറേഷൻ എന്ന് പറയുക. ദെൻ കോപ്പറേഷൻ വിത്ത് അതേഴ്സ്, മറ്റുള്ളവരോട് സഹകരിച്ച് പോവുക. കമ്മിറ്റ്മെൻറ്റ്, എക്സലൻ്റ് ആയിട്ട് നല്ല ഡ്യൂട്ടീസ് എല്ലാം നന്നായിട്ട് പെർഫോം ചെയ്യുക. ലീഡർഷിപ്പ്, യൂണിവേഴ്സൽ വാല്യൂ, ഹ്യൂമൻ ഡിഗ്നിറ്റി, നോൺ വയലൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരിക. ദെൻ വാട്ട് ഈസ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ 8 പ്രൈമറി എലമെൻറ്റ്സും ചോദിച്ചിട്ടുണ്ട്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഡിഫറൈസ് മാനേജ്മെൻറ്റ് അപ്രോച്ച് ടു ലോങ് ടൈം സക്സസ് ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടി ഓരോ ബിസിനസ് ഫേമിനെ ലോങ് ടൈം സക്സസ്സിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൽ പറയുക. അതിൽ 8 പ്രൈമറി എലമെൻറ്റ്സ് ഉണ്ട്. കസ്റ്റമർ ഫോക്കസ്ഡ് ആണ്, ടോട്ടൽ എംപ്ലോയി ഇൻവോൾവ്മെൻ്റ് ആണ്, പ്രോസസ് സെൻറ്റേർഡ് ആണ്,
തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ നമ്മൾ എഴുതേണ്ടത്. അടുത്ത എസ്സേ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഇൻ ക്രിയേറ്റിംഗ് എ ഫിഷ് ഡയഗ്രാം. ഒരു ഫിഷ് ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നുള്ള സ്റ്റെപ്പുകളായിരുന്നു. ക്രിയേറ്റ് എ ഹെഡ് ക്രിയേറ്റ് ചെയ്യുക. ഹെഡ് എന്ന് വെച്ചുമ്പോൾ പ്രോബ്ലംസ് ടു ബി സ്റ്റഡീഡ്, സോൾവ് ചെയ്യേണ്ട പ്രോബ്ലമാണ് ഹെഡായിട്ട് വരിക. ക്രിയേറ്റ് എ ബാക്ക് ബോൺ ഓഫ് ഫിഷിൻ്റെ ബാക്ക് ബോൺ ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ഹെഡിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്ന രീതിയിൽ വരയ്ക്കുക. ഐഡൻറ്റിഫൈ അറ്റ്ലീസ്റ്റ് 4 കോസസ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ പ്രോബ്ലം. അപ്പോൾ അതിനുശേഷം പ്രോബ്ലത്തിലേക്ക് നയിക്കുന്ന 4 കാരണങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. കറക്റ്റ് ദീസ് 4 കോസസ് വിത്ത് ആരോസ് ടു സ്പൈൻ, അതിനെ സ്പൈനുമായിട്ട് കണക്ട് ചെയ്യുക. ദിസ് വിൽ ക്രിയേറ്റ് ദ ഫസ്റ്റ് ബോൺസ് ഓഫ് ഫിഷ്. ദെൻ ബ്രെയിൻ സ്റ്റോമിങ് നടത്തുക. കണ്ടിന്യൂസ് ബ്രേക്കിംഗ് ഡൗൺ ഈച്ച് കോസ് അണ്ടിൽ ദ റൂട്ട് കോസ് ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണ് അതിലും വരിക. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ എഴുതേണ്ടിയിരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് എങ്ങനെ പെർഫോം ചെയ്യാൻ സാധിച്ചു, എത്ര മാർക്ക് കിട്ടുന്നതിനൊക്കെ ഒരു കാൽക്കുലേഷന് വേണ്ടി സഹായിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്